ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം ലിമിറ്റിനെ പറ്റി നമുക്ക് പറയാം. ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. അതായത് ഒരു ഫങ്ഷന് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണെന്ന് പറഞ്ഞു. ഫങ്ഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ഇതൊക്കെ എന്താണ്? ഫങ്ഷൻസാണ്. ഇങ്ങനെയുള്ളൊരു ഫങ്ഷന് എക്സിന് ഒരു വാല്യൂ കൊടുക്കും, ഒരു ലിമിറ്റ് കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിട്ട് മാറുന്നു എന്നാണ് ലിമിറ്റിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നാണ് എഫ് ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന ആ വാല്യൂ നമ്മൾ എക്സിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ആൻസർ, അതാണ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് അതിനൊരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുണ്ടായത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x + 3. അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എക്സിന് അവിടെ 2 എന്ന് കൊടുക്കുമ്പോൾ എക്സിന് ഈ എക്സിലെ സ്ഥലത്ത് നമ്മൾ 2 × 2, ഇവിടെ 2 ആണല്ലോ എ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് അവിടെ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു, +3. 2 × 2 4 ആണ്, 4 + 3 7 നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സിന് എന്താണോ വാല്യൂ കൊടുക്കുന്നത്, വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, അതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x. ഈ 1/x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ 1/x എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയും 1/∞ വാല്യൂ 0യും ആണ്. ഇത് റിസൾട്ടാണ്. അപ്പോൾ നമുക്കിവിടെ അത് നോക്കിയാൽ മനസ്സിലാവും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, എക്സിന് 0 കൊടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവും? 1/0 എന്താണ്? ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇൻഫിനിറ്റി വന്നത്. ഇനി നെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറയുന്നത് എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ 1/∞ എന്താണ്? 0 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് അവിടെ നമുക്ക് ഇൻഫിനിറ്റിയും 0 എന്ന് പറയുന്ന വാല്യൂസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് എന്താണോ വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ ആണ് നമ്മൾ ഫൈനൽ ആൻസറായിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റാണ്. ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി, അതായത് രണ്ട് ഫങ്ഷൻസ് ആഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആഡ് ചെയ്താൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ലിമിറ്റ് എങ്ങനെ നമ്മൾ കൊടുക്കണം, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുക, ആൻസർ ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലും രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x × sin x. ഇവിടെ എക്സ് ഒരു ഫംഗ്ഷനും സൈൻ എക്സ് വേറൊരു ഫംഗ്ഷൻ, വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എക്സിന്, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനും ലിമിറ്റ് എടുക്കുക. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x, ഇതൊരു ലിമിറ്റ് കൊടുത്തു. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്താണ് ആൻസർ? ലിമിറ്റ് എക്സിന് 0 കൊടുത്താൽ 0 തന്നെ. 0 × സൈൻ എക്സിന് എക്സിൻ്റെ അവിടെ 0 കൊടുത്താൽ സൈൻ 0ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 0 × 0 0 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയാലും സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യുകയാണെങ്കിലും ഡിവിഷൻ ചെയ്യാനും നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് ഡിവൈഡ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അൾജിബ്രായിക് ലിമിറ്റാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ x⁻n - a⁻n/x - a. അതിൻ്റെ ലിമിറ്റ്, ആ ലിമിറ്റ് കാണാനുള്ള ഒരു ഫോർമുലയാണത്, സിംപ്ലിഫൈഡ് ആയ ഫോർമുലയാണ്. n × a⁻n-1. ഇതാണ് ആ ലിമിറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു രൂപത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ x⁻n - a⁻n/x - a, ആ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അത് കാണാൻ്റെ ഇക്വേഷൻ ഇതാണ്, ലിമിറ്റ് n a⁻n-1. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രിഗ്നോമെട്രിക് ലിമിറ്റാണ്. ലിമിറ്റ് θ → 0 sin θ/θ വാല്യൂ 1. ഇതൊക്കെ റിസൾട്ടാണ്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാനൊന്നും വേണ്ട, ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അതായത് എക്സിന് sin θ/θ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് 1 ആണെന്ന്.
ഒരേ ആംഗിൾ താഴെയും മുകളിലും വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണെന്നാണ് പറഞ്ഞത് 1 ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3θ/3θ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഒരേ ആംഗിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുകയാണ്. അതിൻ്റെ വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത് 1 ആണ്. ഇനിയിപ്പോൾ സൈൻ 4θ/4θ അതും എന്താണ് 1 ആണ്. ഒരേപോലെ അവിടെ മുകളിലും താഴെ ഒരേപോലെ വരികയാണെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ θ/θ എന്താണ് 1 ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് ഒരു നോട്ടാണ്. അതായത് 0/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നതും നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x² + 3x/3x² - 4x. ഇവിടെ നിങ്ങൾ നോക്കുക, എക്സിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ 2 × 0 + 3 × 0/3 × 0 - 4 × 0. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0/0 ആണ്. അങ്ങനെ ഒരു ടേം ഇല്ല. 0/0 എന്താണ് നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് നമ്മൾ തന്ന ആ ഒരു ഫംഗ്ഷനെ മാറ്റുന്നത്. ഓക്കെ, നമുക്ക് 0/0 ഫോമിൽ വരികയാണെങ്കിൽ ആ തന്ന ഫംഗ്ഷൻ നമ്മളൊരു സിംപ്ലിഫൈഡ് രൂപത്തിലാക്കി മാറ്റും. അതായത് 0/0 എക്സിന് 0 കൊടുത്താൽ 0/0 ആവാത്ത രൂപത്തിലോട്ട് നമ്മൾ മാറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ആ തന്ന ഫംഗ്ഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ്? ഫസ്റ്റിൽ നമുക്ക് മുകളിലും താഴെയും x² ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ x ഉണ്ട്. അപ്പോൾ ഒരു x നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒരു x നമ്മൾ പുറത്തെടുക്കുമ്പോൾ 2x എന്ന് ഒരു x പുറത്തെടുക്കുമ്പോൾ 2x² എന്നൊരു x പുറത്തെടുക്കുമ്പോൾ 2x ആയിട്ട് മാറും. 3x എന്നൊരു x പുറത്തെടുക്കുമ്പോൾ പിന്നെ വേറെ x ഇല്ല, അപ്പോൾ വേറെ എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. ഇതേപോലെ തന്നെ താഴെ നമ്മൾ 3x² ഒരു x പുറത്തെടുക്കുമ്പോൾ 3x മാത്രമാവും, മൈനസ് 4x എന്നൊരു x പുറത്തെടുക്കുമ്പോൾ 4 മാത്രം. ഇങ്ങനെ x ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്ക് പിന്നെ ഉള്ളത് എന്താണ്? 2x + 3/3x - 4. ഇതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അങ്ങനെ ഇനി നമ്മൾ എക്സിന് 0 കൊടുത്താൽ നമുക്ക് 0/0 ഫോമിലല്ല കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ആ എക്സിന് 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 × 0 + 3 ÷ 3 × 0 - 4 എന്ന് കിട്ടും. 2 × 0 0 ആണ്, 0 + 3 എത്ര? 3 തന്നെയാണ്. 3 × 0 0 ആണ്, 0 - 4 -4 ആണ്. അങ്ങനെയാണ് നമുക്ക് -3/4 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, 3/-4 എഴുതാനും പ്രശ്നമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x² - 2x + 3/3x² - 2x. ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഫോം എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഇൻഫിനിറ്റി. ആ ഒരു ഫോം ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് x² എന്ന് പറയുന്ന ടേമിനെ പുറത്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, x² എന്ന് പറയുന്ന ടേമിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പുറത്തെടുക്കുമ്പോൾ ഫസ്റ്റത്തേൽ x² പുറത്തെടുക്കുമ്പോൾ വേറെ ഇനി അവിടെ ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടുത്തെ വാല്യൂ 1 ആണ്. രണ്ടാമത്തേന്ന് നമ്മൾ x² പുറത്തെടുക്കുമ്പോൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു x മാത്രമേ ഉള്ളൂ. അപ്പോൾ x² പുറത്തെടുക്കുമ്പോൾ എന്താവും? x അവിടെ ബാക്കി ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ടേമിൽ ഒരു എക്സും ഇല്ല. അപ്പോൾ ഒരു x² നമ്മൾ പുറത്തെടുക്കുമ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, x². അങ്ങനെയാണ് ഇവിടെ ടേം വന്നത്. താഴത്തും അതേപോലെ നമ്മൾ ചെയ്യാം. x² പുറത്തെടുക്കുക, അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 3 ആണ്. ഒരു x പുറത്തെടുത്താൽ x²ൻ്റെ 2x എന്ന് x² പുറത്തെടുത്താൽ ബാക്കിയൊരു x അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 - അപ്പോൾ x² ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് 1 - 2x + 3x²/3 - 2x എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1 - 2/∞ + 3/∞ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3 - 2/∞. 1നെ 1 ആയിട്ട് തന്നെ എടുക്കുക,
നമുക്കറിയാം 1/∞ എന്താണ് 0 ആണ്. അപ്പോൾ ഏതൊരു നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 2/∞ എന്താ 0 ആണ്, 3/∞ എന്താ 0 ആണ്, ഡിവൈഡഡ് ബൈ 3 - 2/∞ 0 ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൾജിബ്രായിക് ലിമിറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x³ - 27/x - 3. നമുക്കറിയാം നമ്മുടെ ഫോം എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a x⁻n - a/x - എന്നാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a x⁻n - a/n/x - ഇതാണ് നമ്മുടെ ഫോം. ഇവിടെ a എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 27 എന്ന് പറയുന്നത് എൻ്റെ ഏതോ ഒരു പവറാണ്, അതായത് 3ൻ്റെ ഏതോ ഒരു പവറാണ്. അപ്പോൾ ഇവിടെ വരുന്ന പവർ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 27നെ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x³ - 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. 3³/x - 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയത്? നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x³ - 27 നമുക്ക് എങ്ങനെ എഴുതാം? 3³ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ, ബൈ x - 3. ഇനി നമുക്ക് ആ ഫോർമുല എഴുതാൻ പറ്റും, ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x³ - 3³ /x - 3. ആ 27നെയാണ് നമ്മൾ 3³ എന്ന് എഴുതിയത്. ഇനി നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്, a എന്ന് പറയുന്നത് എന്താണ്? 3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n × a⁻n - n എത്ര? ഇവിടെ 3. 3 × a എത്രയാ? 3. ഈ raised to n - 1 എന്ന് വെച്ചാൽ 3 - 1 ഈക്വൽ ടു 3 × 3. 3 - 1 എത്രയാ? 2 ആണ്. ഈക്വൽ ടു 3 × 9. ആൻസർ എത്രയാ? 27. ഓക്കെ, 27 നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഫോമാറ്റാണ്, ഇവിടെ ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവണം. ഒരു പവറായിട്ട് വരികയാണെങ്കിൽ താഴെ ഇങ്ങനെ ഒരു x - a എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. ദിസ് ഈസ് ഇൻ ദ ഫോം. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു പ്രോബ്ലം ലിമിറ്റ് θ → 0 tan θ/θ എന്താണ് ഡിസ്കസ് ചെയ്യാം. tan θ നമുക്ക് sin θ cos θ എന്ന് എഴുതാൻ പറ്റും. അതൊരു റിസൾട്ടാണ്. sin θ cos θ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ tan θനെ നമ്മൾ sin θ cos θ എന്ന് എഴുതിയാൽ tan θ നമ്മൾ sin θ cos θ എന്ന് എഴുതാം. sin θ cos θ tan θ ആണ് എഴുതിയത്. ലിമിറ്റ് θ → 0 sin θ cos θ. അപ്പോൾ tan θ θ ആണ് എന്ന് വെച്ചാൽ tan θ × 1/θ ആണ് എഴുതിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ താഴെ നമുക്ക് എന്ത് എഴുതാം? ആ 1/θ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ cos θയും θയും ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് റീഅറേഞ്ച് ചെയ്യുന്നത്. നമുക്കറിയുന്ന ഒരു റിസൾട്ടാണ് എന്ത്? ലിമിറ്റ് θ → 0 sin θ θ എന്താണ്? 1 ആണ്. അപ്പോൾ ആ ഒരു രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് എന്ത്? cos θനെയും θനെയും. അതായത് a × b എന്ന് പറയുന്നത് b × a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ cos θ × θ എന്ന് പറയുന്നതും θ × cos θ എന്ന് പറയുന്നത് ഒരേതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ തീറ്റേനെ ഇങ്ങോട്ട് മാറ്റി cos θനെ അപ്പുറത്തോട്ട് മാറ്റി. ഇൻറ്റു ആയതുകൊണ്ടാണ് അത് പ്രോബ്ലം അല്ലാത്തത്. അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 1 ബൈ കോസ് തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റേൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇൻറ്റു കോസ് തീറ്റയ്ക്ക് തീറ്റയുടെ സ്ഥാനത്ത് 0 കൊടുത്താൽ കോസ് 0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു 1 എന്ത് കിട്ടും? 1 ഇൻറ്റു 1 1 തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഇതും ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 4/x-2. ഇവിടെ ഒരു മെത്തേഡ് ചെയ്തത് അൽജിബ്രായിക് എക്സ്പ്രഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതായത് x² - b² എന്ന് പറയുന്നത് എന്താണ്? a + b × a - b ആണ്. ആ ഒരു ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ട് നമുക്ക് എന്താണ്, രണ്ട് ടേമും ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a x⁻n - a⁻n by x - a എന്ന് പറയുന്നത് ആ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു. അതും ഈ ക്വസ്റ്റ്യൻ നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x² - 2² നമുക്ക് എഴുതാൻ പറ്റും, ഡിവൈഡഡ് ബൈ x - 2. ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് n ഇൻറ്റു 2 ഇൻറ്റു 2n - 1 2 - 1 ഈക്വൽ ടു 2 ഇൻറ്റു 2 എത്രയാണ്? 4. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അൽജിബ്രായിക് എക്സ്പ്രഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അൽജിബ്രായിക് ലിമിറ്റ് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന സെയിം ആൻസറാണ് കിട്ടുക. ഇവിടെ നമ്മൾ ചെയ്തത് a² - b² എന്ന് പറയുന്ന ഒരു രീതി എടുത്തു. അപ്പോൾ x² - 4 എന്ന് പറയുന്നത് എങ്ങനെയാണ്? x² - 4നെ x² - 2² എന്ന് എഴുതാം. ഇത് എയും a² - b² ഫോമിലാണ്. ഈക്വൽ ടു x + 2 ഇൻറ്റു x - 2 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. അങ്ങനെ മുകളിലും താഴെ ഒരു ടേം വന്നപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യും. ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തത്. ഏത് രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷനെ പറ്റിയാണ്. ഡിഫറൻസിയേഷൻ്റെ ജനറലായിട്ട് പറയുന്ന ഇക്വേഷൻസും കുറേ റിസൾട്ട് ഇതിൽ പഠിക്കാണ്ട്, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് അങ്ങനത്തെ ഒരു x⁻⁻ സംതിങ് എന്ന് പറയുന്ന ഒരു ടേമിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, x⁻⁻ പവർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് d/dx എന്നാണ് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിന് ഡിഫറൻസിയേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ d/dx ഓഫ് x⁻n എന്ന് പറയുന്നത് n ഇൻറ്റു x⁻n-, അതായത് ഇവിടെ വരുന്ന n മുന്നിൽ എഴുതിയിട്ട് പവർ ഒന്നും കുറയ്ക്കുക. അപ്പോൾ d/dx ഓഫ് x⁻3 എന്ന് പറയുന്നത് ഇവിടെ n എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു x⁻3 - 1 3 ഇൻറ്റു x⁻2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു x⁻2 ആണെന്ത്? ഒരു നമ്പർ വന്നാൽ ആ നമ്പറിനെ നമ്മൾ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യും. 2 ഇൻറ്റു d/dx ഓഫ് x⁻4 2 ഇൻറ്റു d/dx ഓഫ് x⁻4 എന്താ? 4 ഇൻറ്റു x³ 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണ്. അങ്ങനെയാണ് അവിടെ 8 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ റിസൾട്ട്സ് നമുക്ക് പഠിക്കാണ്ട്. ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് ആണ് ഇതൊക്കെ. ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡിഫറൻസിയേഷൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ റിസൾട്ട്സ് ഉണ്ട്. ഏതൊരു നമ്പർ, ഇവിടെ 7ാമത്തെ ഐഡൻറ്റിറ്റി നോക്കുക, 7ാമത്തെ റിസൾട്ട് നോക്കുക. d/dx ഓഫ് c എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറാണ്. ഏതൊരു നമ്പറിൻ്റെയും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് d/dx ഓഫ് cx, അതായത് c ഒരു നമ്പറും ഒരു വേരിയബിളും ആണെങ്കിൽ ആ നമ്പറിൻ്റെ പുറത്തോട്ടുള്ള വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. x മാത്രമാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, x മാത്രമാണെങ്കിൽ d/dx ഓഫ് x എന്ന് പറയുന്നത് ഓൾവേസ് 1 ആണ്. d/dx ഓഫ് ഏത് നമ്പറും ആയിക്കോട്ടെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ആൻഡ് മെനി മോർ റിസൾട്ട്സ്. d/dx ഓഫ് √x 1/2 √x ആണ്. അങ്ങനെ കുറേ റിസൾട്ട്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കണം. d/dx ഓഫ് log x 1/x ആണ്. d/dx e⁻x ആണ്. അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്, കുറേ റിസൾട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രൊഡക്റ്റ് റൂൾ എന്താണ്.
പ്രൊഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് തന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫങ്ഷൻ എടുത്ത പോലെ എക്സും സൈൻ എക്സും ഇത് വെവ്വേറെ ഫങ്ഷനാണ്, ഒരേപോലത്തെ ഫങ്ഷനല്ല. ഒന്ന് അൾജിബ്രായിക് ആണ്, ഒന്ന് ട്രിഗ്നോമെട്രിക് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കിട്ടാൻ അതിലെങ്ങനെ ഡെറിവേറ്റ് ചെയ്യും എന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യുവും വിയും വെവ്വേറെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി, അതായത് ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ. ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ. ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു സൈൻ എക്സ്. അവിടെ ഒരു അൾജിബ്രായിക് എക്സ്പ്രഷനും ഉണ്ട്, ഒരു ട്രിഗ്നോമെട്രിക് എക്സ്പ്രഷനും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫങ്ഷന് ഇതാണ് ഫസ്റ്റ് 2x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫങ്ഷൻ പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ അങ്ങനെ തന്നെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 3. അപ്പോൾ ഇവിടെ ഒരു ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ഒരു അഡീഷനാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഡെറിവേറ്റീവ് കൊടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2x സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3. അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ നമ്മൾ ഡെറിവേറ്റീവ് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതായത് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് നമ്മൾ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എന്താണോ അത് എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് 2x സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3 എന്ന് വരും. സൈൻ എക്സ് ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2നെ പുറത്തെടുത്തു. ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x ആണ്. ഏതൊരു നമ്പറിൻ്റെയും ഡെറിവേറ്റീവ് 0 ആണ്. അങ്ങനെ എഴുതി. 2x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു 2 ഇൻറ്റു 2 4 ആണ്. 4x പ്ലസ് 0 4x തന്നെയാണ്. സൈൻ എക്സ് ഇൻറ്റു 4x കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമുക്ക് കോഷ്യൻ റൂൾ ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ഈക്വൽ ടു വി ഇൻറ്റു ഡി യു മൈനസ് യു ഇൻറ്റു ഡി വി ബൈ വി സ്ക്വയർ. അതായത് ഡിനോമിനേറ്റർ ഏതാണോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ന്യൂമറേറ്റർ എന്നാണ് കേട്ടോ ഇവിടെ. ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഡിനോമിനേറ്റർ എന്നാണ് കേട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, എഴുതിയപ്പോൾ ജസ്റ്റ് മാറിപ്പോയതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഒന്നുകൂടി ഇവിടെ ജസ്റ്റ് എഴുതാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ജസ്റ്റ് അങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സ് 1/3x²+1. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ടേം ഏതാ? ഇതാണ് ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതാണ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, അതാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് 3x²+1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് 1, ഏതൊരു നമ്പറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. മൈനസ് 1 ഇൻറ്റു ഡി ബൈ ഡി എക്സ് 3x²+1. അപ്പോൾ നമുക്കറിയാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്ന് അഡീഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. 3 ഇൻറ്റു x²ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 0 ഇൻറ്റു ഏതൊരു നമ്പർ 0 ആണ്, മൈനസ് 1 ഇൻറ്റു 3 ഇൻറ്റു 2x 6x ആണ്, 6x + 0 6x. അപ്പോൾ മൈനസ് 1 ഇൻറ്റു 6x എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 3x²+1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. ഇനി അടുത്തത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് വെച്ചാൽ നമുക്ക് y = f(u) where u = 5(x). നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നു, അതിൽ തന്നെ വേറൊരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ എക്സിന് പകരം വേറൊരു ഫംഗ്ഷനാണ് അവിടെ ഉപയോഗിച്ചത്, അതാണ് ഫംഗ്ഷൻ റൂൾ എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. y = log tan √x. y = log tan √x. ഫൈൻഡ് dy by dx എന്നാണ് ചോദിച്ചത്. അതായത് ഡെറിവേറ്റീവ് കാണാം. y എന്ന് പറയുന്നത് log x ആണല്ലോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുക, log x. ആ എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ tan √x എന്നാണ് വന്നത്. വേറൊരു ഫംഗ്ഷൻ എക്സിൻ്റെ സ്ഥാനത്ത് കയറി വന്നു, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? tan √x എന്ന് കൊടുക്കുക. ഇൻറ്റു ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? tan √x ആണ്. വീണ്ടും എന്തിനു ചെയ്യണം? tan √xൻ്റെ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ tan x അല്ല അവിടെ ഉള്ളത്, tan √x ആണ്. അപ്പോൾ tan √xന് ഡെറിവേറ്റീവ് ചെയ്തിട്ട് ഇൻറ്റു വീണ്ടും അവിടെ എക്സിന് പകരം എന്താവുന്ന? √x ആണ്. അപ്പോൾ വീണ്ടും √xന് ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ എക്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസ് വന്നാൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ് കണ്ടിട്ട് ഒപ്പം നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് log xന് ഡെറിവേറ്റീവാണ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ഓഫ് log എന്താണ്? 1/x ആണ്. അപ്പോൾ 1/xന് ഡെറിവേറ്റീവ് ഓഫ് log x 1/x ആണ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് അവിടെ ഉള്ളത്? tan √x. അതുകൊണ്ടാണ് അവിടെ 1/tan √x എന്ന് പറയുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് അതാണ് വന്നത്. ഇൻറ്റു ഇനി tan √xൻ്റെ ഡെറിവേറ്റീവ്, tan xൻ്റെ ഡെറിവേറ്റീവ് sec²x ആണ്. tan √x ആണ്. അപ്പോൾ എന്താ വന്നു? sec²√x വന്നു. ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്താണെന്ന് ഇവിടെ വന്ന്? √x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണാം 1/2 √x. ഓക്കെ, ഇങ്ങനെ എക്സ് അല്ലാത്ത വേറെ ഏത് ടേംസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യാം? അതിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, വീണ്ടും ആ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അതിനാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടോ എന്താവും? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു, ആ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്ത തേർഡ് ഡെറിവേറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. d², ഇപ്പോൾ നമ്മൾ അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ d² dx², 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ x³ നമ്മൾ ട്വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ d by dx of x³ എന്താണ്? 3x² ആണ്. അപ്പോൾ ആ കിട്ടിയ 3x² വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2x എന്ന് വരും. അപ്പോൾ x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അപ്പോൾ 3 ഇൻറ്റു 2x എന്താണ്? 6x എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ dy by dxന് y' എന്നും d² by dx² y" നമ്മൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിനും വൈനും ഫംഗ്ഷൻ ഓഫ് ഒരു ടി ആണ്. ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? എക്സും വൈയും വെവ്വേറെയാണ്. ഓക്കെ, എക്സും വൈയും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ് ഇൻ ടേംസ് ഓഫ് എനി അതർ ആൽഫബറ്റ്സ് ഓർ എനി അതർ വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണെങ്കിൽ dy by dx എന്ന് പറയുന്നത്, dy by dx എന്ന് പറയുന്നത് dy by dt ചെയ്യാതെ ഡിവൈഡഡ് ബൈ d. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് t² ആണ്, y എന്ന് പറയുന്നത് 2t ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? dy by dt എന്താണെന്ന് കാണും. അതായത്
ഈ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടിയിലാണല്ലോ ഫംഗ്ഷൻ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. dy/dt എന്താണ്? 2 എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ dy/dt 2 എന്ന് കിട്ടും. dx/dt ചെയ്യുക. dx/dt ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക t² ഡെറിവേറ്റീവ് എന്താണ്? 2t ആണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ dy/dt നമുക്ക് കിട്ടിയത് 2 ആണ്. ഡിവൈഡഡ് ബൈ dx/dt 2t. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 1/t എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് എക്സും വൈ വെവ്വേറെ ഫംഗ്ഷനിൽ വെവ്വേറെ വേരിയബിളിലാണ് ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ dy/dxനെ കാണാം, dy/dt ഡിവൈഡഡ് ബൈ dx/dt. ഓക്കെ, ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. വൈ എന്ന് പറയുന്നത് എക്സ് സൈൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ d²y/dx² + y = 2 cos x. ഷോ ദാറ്റ് d²y/dx² + y = 2 cos x. അതായത് ആ തന്ന വൈനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനോട് തന്നെ കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ 2 cos x ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ട് വെവ്വേറെ ടേമാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്തതാണ് ഈ ആൻസർ. ഓക്കെ, എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇനി ഈ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഒരു പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. രണ്ടാമത് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ വന്നത്. പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അങ്ങനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ടേം കിട്ടും. 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് d/dx ഓഫ് കോസ് എക്സ് ഒക്കെ നമ്മളവിടെ റിസൾട്ടിൽ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്താണ്? 2 cos x എന്ന് കിട്ടും. എന്നിട്ട് അപ്പോൾ നമുക്ക് d²y/dx എന്ന് d²y/dx² എന്ന് പറയുന്നത് -x sin x + 2 cos x എന്ന് കിട്ടും. പ്ലസ് ഏതാ പറഞ്ഞത്? y എന്നാണ്. അപ്പോൾ y ഏതാണ് ഇവിടെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ? y എന്ന് പറയുന്നത് x sin x. അപ്പോൾ d²y/dx² സ്ഥാനത്ത് -x sin x + 2 കൊടുക്കുക, മൈനസ് സ്ഥാനത്ത് x sin x. അപ്പോൾ രണ്ടും ഒന്ന് മൈനസും പ്ലസും ആണ്. ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താണ്? 2 cos x. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അത് കിട്ടുന്നത്. ഇനി നമുക്ക് പാരാമെട്രിക്കിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സും വൈയും ടിയിലാണ്. അപ്പോൾ ടിയിലാണെങ്കിൽ dy/dx എന്താണ് ചെയ്യാം? dy/dt ആദ്യം കാണുക, പിന്നെ ചെയ്യേണ്ടത് dy/dt ചെയ്യുക, പിന്നെ ചെയ്യേണ്ടത് dx/dt. അപ്പോൾ dy/dt ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കണ്ടത് സൈൻ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, എക്സ് ക്യൂബ് പോലെ തന്നെയാണ് സൈൻ ക്യൂബും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഓക്കെ ഇവിടെ സൈൻ ടി മാത്രമല്ല വന്നത്, സൈൻ ക്യൂബ് ടി ആണ്. സൈൻ ടി അല്ല വന്നത്, സൈൻ ക്യൂബ് ടി. അപ്പോൾ നമ്മൾ എക്സ് ക്യൂബ് ഡെറിവേറ്റീവ് ചെയ്യുന്ന പോലെ ആദ്യം സൈൻ ക്യൂബിനെ എക്സ് ക്യൂബിനെ നമ്മൾ എങ്ങനെ ചെയ്യുക? 3x² എന്ന് ചെയ്യും. അതേപോലെ തന്നെ സൈൻ ക്യൂബിന് ചെയ്യും. അപ്പോൾ എന്താ? 3 സൈൻ ക്യൂബ് sin² t എന്ന് കിട്ടും. ഓക്കെ, 3 sin² t. എന്നിട്ട് ഇൻറ്റു വീണ്ടും സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ്. സൈൻ ടീൻ്റെ സ്ഥാനത്ത് സൈൻ ക്യൂബ് ടി വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ sin² t, സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടി ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇതേപോലെ തന്നെയാണ് dx/dt നമ്മൾ ചെയ്തത്. കോസ് ക്യൂബ് ട്യൂബിനെ നമ്മൾ എക്സ് ക്യൂബ് ചെയ്യുന്ന പോലെ തന്നെ 3 cos² t എന്ന് വരും. ഇൻറ്റു കോസ് ടീൻ്റെ ഡെറിവേറ്റീവ് എന്താ? -sin t. അങ്ങനെ രണ്ടും കിട്ടിയതിന് ശേഷം നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. sin t/cos t എന്ന് പറയുന്നത് tan t ആണ്. ഓക്കെ, sin θ/cos θ എന്ന് പറയുന്നത് tan θ ആയതുകൊണ്ട് t ആണ് ഇവിടെ ആംഗിളായിട്ട് വന്നത്. അപ്പോൾ sin t/cos t എന്ന് പറയുന്നത് tan t ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് x² + xy + y² = 0 dy/dx. ഇത് നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുകയാണ്. x കൊണ്ട് ഡെറിവേറ്റീവ് 2y ആണ്. പ്ലസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഡിഫറെൻറ്റ് ഫങ്ഷനാണ്.
എക്സും വൈയും വെവ്വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂള് അവിടെ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അതാണ് ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത്. പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx ആണ്. ഓക്കെ, ഇവിടെ y ആണ്. വൈനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതുക? dy/dx എന്ന് എഴുതും. അങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു സിംപ്ലിഫൈഡ് രൂപത്തിൽ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ കാണാൻ പറഞ്ഞത്? dy/dx ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യുക. dy/dx വരുന്ന ടേം ഒരുമിച്ച് എഴുതുക, വരാത്ത ടേം ഒരുമിച്ച് ചെയ്യുക. വരാത്ത ടേം ഏതൊക്കെ? ഇവിടെ 2xഉം y ആണ് വരാത്തത്, അത് ഒരുമിച്ച് എഴുതി. പിന്നെ dy/dx വരുന്ന ടേം ഏതൊക്കെ? ഇത് രണ്ടാണ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒരുമിച്ച് എഴുതി. ഓക്കെ ആണല്ലോ? ഒരുമിച്ച് എഴുതി. എന്നിട്ട് ആ dy/dx ഒന്ന് പുറത്തെടുത്തു. dy/dxനെ പുറത്തെടുത്താൽ ഇവിടുന്ന് dy/dx എടുത്ത് ബാക്കി അവിടെ x ഉള്ളത്, ഇവിടുന്ന് എടുത്ത് ബാക്കിയുള്ളത് 2y ആണ്. അങ്ങനെ dy/dx x + 2y = 0 എന്ന് കിട്ടി. എന്നിട്ട് ആ ടേം നമുക്ക് എന്താ വേണ്ടത്? dy/dx ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ dy/dx വരുന്ന ആ ടേം അവിടെ വെച്ചിട്ട് മറ്റു ടേം നമ്മൾ =ൻ്റെ പുറത്തേക്ക് മാറ്റി. ഇവിടെ പ്ലസ് ആണ്, പ്ലസ് ഉള്ളത് സൈഡ് മാറുമ്പോൾ മൈനസ് ആയി, പ്ലസ് ഉള്ളത് മൈനസ് ആവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും, ഇൻറ്റു ഉള്ളത് ഡിവിഷൻ ആവും, ഡിവിഷൻ ഉള്ളത് ഇൻറ്റു ആവും. ഓക്കെ, സൈഡ് മാറുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ആയിരുന്നു, അത് സൈഡ് മാറിയപ്പോൾ മൈനസ് ആയതാണിത്. ഇനി നമ്മൾ dy/dx മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണല്ലോ, അത് സൈഡ് മാറുമ്പോൾ എന്താവും? ഡിവിഷനും. അങ്ങനെയാണ് -2x + y/x + 2y നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. y² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് y² 2y ഇൻറ്റു dy/dx. പിന്നെ ഇപ്പോൾ y³ ആണ് തന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3y² ഇൻറ്റു dy/dx. ഓക്കെ, എക്സ് അല്ലാതെ y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വന്നതെങ്കിൽ dy/dx അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ.